Welcome to a supplementary video by the English Edu Spot to the 8th Standard English Class Part 13 by Victor's Channel. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 13ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ ആദ്യ അസൈൻമെൻറ്റ് എന്നുള്ളത് പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് രബീന്ദ്രനാഥ് ടാഗോർ. ടാഗോറിൻ്റെ ഒരു ഷോർട്ട് പ്രൊഫൈൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ടാഗോറുമായി ബന്ധപ്പെട്ട ഏതാനും ഇൻഫർമേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. നെയിം രബീന്ദ്രനാഥ് ടാഗോർ. ബർത്ത് 7th May 1861, ബംഗാൾ. ഓക്യുപ്പേഷൻ പോയിറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഫിലോസഫർ, ടീച്ചർ, കാർട്ടൂണിസ്റ്റ്. പാരൻസ് ദേബേന്ദ്രനാഥ് ടാഗോർ and Sharada Devi. Founder Vishwabharati University. Notable works Gitanjali, Gora, Rabindra Sangeet. Awards Nobel Prize for Literature in 1913. Deaths 7th August 1941. ഈ ഫാക്ട്സ് ഡെവലപ്പ് ചെയ്ത് സെൻറ്റൻസുകളാക്കി സെൻറ്റൻസുകളെ കൃത്യമായ ഓർഡറിൽ ക്രമീകരിച്ച് ഒരു പ്രൊഫൈൽ പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതാണ് ടാസ്ക്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ അതിന് ഒരു ടൈറ്റിൽ നൽകണം. ആരുടെ പ്രൊഫൈലാണോ തയ്യാറാക്കുന്നത് അതേ വ്യക്തിയുടെ പേര് നൽകാം. ഇവിടെ ടാഗോറിൻ്റെ ഒരു ഷോർട്ട് പ്രൊഫൈൽ പാരഗ്രാഫ് തയ്യാറാക്കിയത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Rabindranath Tagore. Rabindranath Tagore, the legendary scholar in Indian literature, was born on 7th May 1861 in Calcutta, Bengal. He was a well-known, versatile figure as a poet, short story writer, philosopher, teacher, and cartoonist. He was the youngest child of Debendranath Tagore and Sharada Devi. One of India's greatest centers of education and culture, Vishwabharati University was founded by Tagore in 1921. His notable works are Gitanjali, Gora, Rabindra Sangeet, etc. He won the prestigious Nobel Prize for Literature in 1913 and became the first non-European to win it. Rabindranath Tagore passed away on 7th August 1941. Next, simile. What is simile? Simile is a figure of speech in which two unlike things are compared using the words as or like. Simile എന്നുള്ളത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്, അഥവാ പോയറ്റിക് ഡിവൈസ്. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ആസ് ഓർ ലൈക്ക്, ആസ് എന്നോ ലൈക്ക് എന്നോ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പാരിസൺ തീർക്കുന്നു. താജ്മഹൽ എന്ന കവിതയിൽ സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. സിമിലിക്ക് രണ്ട് ഉദാഹരണങ്ങൾ ഈ കവിതയിലുണ്ട്. നമ്പർ 1, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ ഈസ് കമ്പയർഡ് ടു ദ ക്രിംസൺ സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ്. രാജാധികാരത്തിൻ്റെ ആ അധികാര സ്വരം, അതിൻ്റെ ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന ആ ശബ്ദം, അത് കമ്പയർ ചെയ്തിരിക്കുന്നത് ക്രിംസൺ സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ്, അസ്തമയ സൂര്യൻ ആകാശത്ത് തീർക്കുന്ന അതിമനോഹരമായ ആ വർണ്ണക്കാഴ്ച. എങ്ങനെയാണ് അധികാരത്തിൻ്റെ ഇടിമുഴക്ക ശബ്ദം, ആ അധികാര സ്വരവും ആകാശത്തിലെ അസ്തമയ സൂര്യൻ സൃഷ്ടിക്കുന്ന ആ മനോഹരമായ കാഴ്ചയും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്? അതിനുപയോഗിച്ചിരിക്കുന്ന കവിതാ വരികൾ ഇതാണ്. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. ലൈക്ക് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കമ്പാരിസൺ തീർത്തിരിക്കുന്നത്. ഇത് വ്യത്യസ്തമായ രണ്ട് വസ്തുക്കളാണ്. എന്നാൽ അതിലുള്ള താരതമ്യം ഇതാണ്: അവ രണ്ടും അധികകാലം നിൽക്കില്ല, ഷോർട്ട് ലിവ്ഡ്, അല്പായുസ് മാത്രമുള്ള കാര്യങ്ങളാണ്. അധികാരത്തിൻ്റെ
ഇടിമുഴക്ക ശബ്ദം അഥവാ രാജാധികാരം ഏറെക്കാലം നിലനിൽക്കില്ല. ആകാശത്തെ അസ്തമയ സൂര്യൻ്റെ മനോഹാരിത അല്പം കഴിഞ്ഞാൽ ഇരുട്ടിലേക്ക് മാറും എന്ന പോലെ. രണ്ടാമത്തെ എക്സാമ്പിൾ, ദ ഗ്ലിറ്റർ ഓഫ് എമറാൾഡ്സ്, റുബീസ് ആൻഡ് പേൾസ് ഈസ് കമ്പയർഡ് ടു ദി ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ. വിലപിടിച്ച കല്ലുകളായ എമറാൾഡ്സ്, റുബീസ്, പേൾസ് ഇതിൻ്റെയൊക്കെ തിളക്കം കമ്പയർ ചെയ്തിരിക്കുന്നത് റെയിൻബോയുടെ മഴവില്ലിൻ്റെ തിളക്കത്തോടാണ്. ഇവിടെയും ഇത് രണ്ടും അധികകാലം നിലനിൽക്കില്ല എന്നുള്ള ആ ക്വാളിറ്റിയാണ്, അഥവാ ഷോർട്ട് ലിവ്ഡ്, ട്രാൻഷ്യൻറ്റ്, കടന്നു പോകുന്ന അല്പായുസ് മാത്രമുള്ള ആ അവസ്ഥയെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വരികൾ, ദോ എമറാൾഡ്സ്, റുബീസ്, പേൾസ് ആർ ഓൾ ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ. ആസ് എന്നുള്ള പദമാണ് ഈ കമ്പാരിസണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയുടെയൊക്കെ തിളക്കം റെയിൻബോയുടെ ഗ്ലിറ്റർ അതിൻ്റെ തിളക്കം പോലെ അല്പായുസ് മാത്രമുള്ളതാണ്. നെക്സ്റ്റ്, ഇമേജറി. എന്താണ് ഇമേജറി? പോയറ്റ്സ് ക്രിയേറ്റ്സ് വേർഡ് പിക്ചേഴ്സ് ഓർ സെൻസറി ഇമേജസ് വിച്ച് അപ്പീൽ ടു അവർ 5 സെൻസസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സ്പർശിക്കുന്ന ചില രൂപങ്ങൾ, ചില ചിത്രങ്ങൾ കവികൾ, എഴുത്തുകാർ സൃഷ്ടിക്കും. അവരുടെ വാക്കുകൾ, പ്രയോഗങ്ങൾ വായിക്കുമ്പോൾ ആ ചിത്രങ്ങൾ നമ്മുടെ മനോമുകുരത്തിൽ തെളിയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ, അതാണ് ഇമേജറി. ദി ഇമേജസ് ദാറ്റ് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് സൈറ്റ് ആർ വിഷ്വൽ ഇമേജസ്. നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ. ചില വരികൾ വായിക്കുമ്പോൾ അതിലെ വാക്കുകൾ, പ്രയോഗങ്ങൾ സൃഷ്ടിക്കുന്ന വേർഡ് പിക്ചേഴ്സ്, അത് നമ്മുടെ ഭാവനയിൽ, നമ്മുടെ കണ്ണുകളിൽ കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. അങ്ങനെ നാം കണ്ണുകൊണ്ട് കാണുന്ന പോലെ നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ അത് വിഷ്വൽ ഇമേജുകളായി മാറുന്നു. ദി ഇമേജസ് ദാറ്റ് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് ഹിയറിംഗ് ആർ ഓഡിറ്ററി ഇമേജസ്. അതുപോലെ തന്നെ ചില ശബ്ദങ്ങളെക്കുറിച്ച് കവികൾ എഴുതിയത് വായിക്കുമ്പോൾ ആ ശബ്ദം നമുക്ക് കേൾക്കുന്ന ഒരു പ്രതീതി ജനിക്കുന്നു. നമ്മുടെ കാതുകളിൽ ആ ശബ്ദം മുഴങ്ങുമ്പോൾ അത് ഓഡിറ്ററി ഇമേജുകളായി മാറുന്നു. ദി ഇമേജസ് ദാറ്റ് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് സ്മെൽ ആർ ഓൾഫാക്ടറി ഇമേജസ്. എഴുത്തുകാർ സൃഷ്ടിക്കുന്ന ഇമേജസ്, അത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്മെല്ലുമായി ബന്ധപ്പെട്ടത് അനുഭവപ്പെടുന്നുവെങ്കിൽ, എഴുത്തുകാരുടെ ഏതെങ്കിലും സ്മെൽ വിശദീകരിക്കുന്ന വാക്കുകളോ പ്രയോഗങ്ങളോ വായനക്കാരൻ്റെ ഇമാജിനേഷനിൽ ആ ഗന്ധം അനുഭവപ്പെടുത്തുന്നുവെങ്കിൽ അത് ഓൾഫാക്ടറി ഇമേജുകളാണ്. ദി ഇമേജസ് ദാറ്റ് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് ടേസ്റ്റ് ആർ ഗസ്റ്ററ്ററി ഇമേജസ്. അതുപോലെ തന്നെ വാക്കുകളും പ്രയോഗങ്ങളും ഏതെങ്കിലും ടേസ്റ്റിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അത് വായിക്കുമ്പോൾ വായനക്കാരൻ്റെ മനോമുകുരത്തിലും ആ ടേസ്റ്റ് അനുഭവഭേദ്യമാകുന്നുവെങ്കിൽ അത് ഗസ്റ്ററ്ററി ഇമേജസിന് ഉദാഹരണമാണ്. ദി ഇമേജസ് ദാറ്റ് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് ടച്ച് ആർ ടാക്ടൈൽ ഇമേജസ്. അതേപോലെ വാക്കുകൾ കൊണ്ട് എഴുത്തുകാർ സൃഷ്ടിക്കുന്ന മറ്റൊരു ചിത്രമാണ് ടാക്ടൈൽ ഇമേജസ്. അത് വായിക്കുമ്പോൾ ആ സ്പർശനം, അത് നമുക്ക് സ്പർശിക്കുന്ന ഒരനുഭവം നമുക്കും സൃഷ്ടിക്കുന്നുവെങ്കിൽ അതാണ് ടാക്ടൈൽ ഇമേജസ്. നമ്മുടെ സെൻസ് ഓഫ് ടച്ചുമായി ബന്ധപ്പെട്ട ഇമേജസ്. നൗ പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ഫ്രം ദ പോയം താജ്മഹൽ. താജ്മഹൽ എന്ന ഈ കവിതയിൽ നിന്ന് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജുകളുടെ ഉദാഹരണങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തുക. നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ആദ്യം വിഷ്വൽ ഇമേജസ്. ഫ്ലോട്ടിംഗ് സ്ട്രീം, ഒഴുകുന്ന ഒരു അരുവിയെക്കുറിച്ച് കവിതയിൽ പ്രതിപാദിക്കുന്നു. അത് വായിക്കുമ്പോൾ ഒഴുകുന്ന ഒരു അരുവി വായനക്കാരൻ കാണുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്നു. അത് വിഷ്വൽ ഇമേജാണ്. സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ, അസ്തമയ സൂര്യൻ ആകാശത്ത് തീർക്കുന്ന അതിമനോഹരമായ വർണ്ണക്കാഴ്ച, അതിനെക്കുറിച്ച്
വായിക്കുമ്പോൾ ആ മനോഹര ചിത്രം നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരുന്നു, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. എമറാൾഡ്സ്, റുബീസ്, പേൾസ്, ഈ വിലപിടിച്ച കല്ലുകളെക്കുറിച്ച് വായിക്കുമ്പോൾ അതെല്ലാം അതിൻ്റെ തിളക്കം, അതിൻ്റെ മനോഹാരിത കാണുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. റെയിൻബോയെക്കുറിച്ച് വായിക്കുമ്പോൾ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന റെയിൻബോ നാം കാണുന്ന പോലെ തോന്നുന്നു. വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ, വെണ്മയാർന്ന് വെട്ടിത്തിളങ്ങുന്ന താജ്മഹലിനെ കുറിച്ച് വായിക്കുമ്പോൾ ആ മനോഹര കുടീരം നമ്മുടെ കൺമുമ്പിൽ തെളിയുന്നു. ഇതെല്ലാം കാഴ്ചകളായി വായനക്കാരൻ്റെ മനോമുകുരത്തിൽ തെളിയുന്നു. ഇതെല്ലാം വിഷ്വൽ ഇമേജുകളാണ്. ഓഡിറ്ററി ഇമേജസ്, കേൾവിയുടെ ചിത്രങ്ങൾ. ഹാർഷ് തണ്ടർ, ഇടിമുഴക്കം, പരുക്കൻ ശബ്ദം, അധികാരസ്വരം, ഇതൊക്കെ വായിക്കുമ്പോൾ അത്തരമൊരു ശബ്ദം കേൾക്കുന്ന പോലെ അനുഭവവേദ്യമാകുന്നു. സൗണ്ട് ഓഫ് എ സായ്, ഷാജഹാൻ ചക്രവർത്തിയുടെ നെടുവീർപ്പുകൾ എന്ന് വായിക്കുമ്പോൾ ഒരു നെടുവീർപ്പിടുന്ന ശബ്ദം നമുക്ക് അനുഭവപ്പെടുന്നു. സൗണ്ട് ഓഫ് ബേർബ്ലിംഗ് സ്ട്രീം, ഫ്ലോട്ടിംഗ് സ്ട്രീം, ഒഴുകുന്ന അരുവിയെക്കുറിച്ച് ആ കാഴ്ചചിത്രം തെളിയുന്ന പോലെ തന്നെ കളകള ആരവം മുഴക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുടെ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധ്യമാകുന്നു. ഇതെല്ലാം ഓഡിറ്ററി ഇമേജുകൾക്ക് ഉദാഹരണങ്ങളാണ്. Now, identify the images these expressions bring to you. ഇവിടെ ഏതാനും എക്സ്പ്രഷൻസ്, ചില പ്രയോഗങ്ങൾ നൽകിയിരിക്കുന്നു. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സെൻസറി ഇമേജസ്, നിങ്ങളുടെ ഭാവനയിൽ തെളിയുന്ന ചിത്രങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുക. മെലോഡിയസ് സോങ്, ഇമ്പമാർന്ന ഗാനം, കേൾക്കാൻ അതിമനോഹരമായ ഗാനം. ഈ എക്സ്പ്രഷൻ വായിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഗാനം കേൾക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. അത് ഓഡിറ്ററി ഇമേജിന് ഉദാഹരണമാണ്. റഫ് ബാർക്ക്, പരുപരുത്ത മരത്തിൻ്റെ തൊലി, അത് സ്പർശിക്കുന്ന പോലുള്ള ഒരു ചിത്രമാണ് അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ സെൻസ് ഓഫ് ടച്ചുമായി ബന്ധപ്പെട്ട ടാക്ടൈൽ ഇമേജ് അത് സൃഷ്ടിക്കുന്നു. അൺറൈപ്പ് ആപ്പിൾസ്, പഴുക്കാത്ത ആപ്പിൾസ്, അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അത്ര രുചികരമല്ലാത്ത ഒരു ടേസ്റ്റ് അനുഭവപ്പെടുന്നു. ഇത് നമ്മുടെ സെൻസ് ഓഫ് ടേസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് സൃഷ്ടിക്കും, ഗസ്റ്ററ്റോറി ഇമേജ്. ഫാളൻ ഫ്ലവർ, വീണ പൂവ്, ചെടിയിൽ നിന്ന് മടർന്ന് താഴെ വീണ് കിടക്കുന്ന ഒരു പൂവ്, അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചിത്രം നമ്മുടെ കൺമുമ്പിൽ തെളിയുന്നു, കാണുന്ന പോലുള്ള ഒരു വിഷ്വൽ ഇമേജ് ഉണ്ടാകുന്നു. സെൻറ്റ് ഓഫ് മാംഗോസ്, നല്ല പഴുത്ത മാങ്ങയുടെ സ്മെൽ, അത് നമ്മിൽ ഒരു സെൻസ് ഓഫ് സ്മെല്ലുമായി ബന്ധപ്പെട്ട ചിത്രം സൃഷ്ടിക്കുന്നു, ഓൾഫാക്ടറി ഇമേജ്. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഈ തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.